ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഹർത്താൽ കോഴിക്കോട് ജില്ലയിൽ സാധാരണക്കാരുടെ ജീവിതം നിശ്ചലമാക്കി. കടകളെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. കെ.എസ്.ആർ.ടി.സി ഉൾപ്പെടെയുള്ള ബസ്സുകൾ സർവീസ് നടത്തിയില്ല. ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും മാത്രമാണ് ഇതുവരെ നിരത്തിലിറങ്ങിയത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോലീസ് അകമ്പടിയോടെയാണ് യാത്രക്കാരെ എത്തിക്കുന്നത്. സന്നദ്ധ സേവകരും യാത്രക്കാരുടെ സഹായത്തിനായി പ്രവർത്തിക്കുന്നുണ്ട്. കുന്നമംഗലത്ത് വിവാഹ സംഘം സഞ്ചരിച്ച കാർ സമരാനുകൂലികൾ എറിഞ്ഞു തകർത്തു. കൊച്ചിയിലും ഹർത്താൽ ജനജീവിതത്തെ ബാധിച്ചു. ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളുമാണ് ഇവിടെയും നിരത്തിലിറങ്ങിയിട്ടുള്ളത്. ഇൻഫോ പാർക്ക് അടക്കമുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കളമശ്ശേരി പോലുള്ള ചിലയിടങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ വാഹനം തടയുന്നുണ്ട്. തൃപ്പൂണിത്തുറയിൽ പരിശീലനത്തിലെത്തിയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വാഹനം ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. തിരുവനന്തപുരത്തും സ്ഥിതി വ്യത്യസ്തമല്ല. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിരവധി യാത്രക്കാരാണ് വാഹനം കാത്തുനിൽക്കുന്നത്. യാത്രക്കാരെ പോലീസ് വാഹനങ്ങളിലും ഇരുചക്ര വാഹനങ്ങളിലുമാണ് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ശാസ്തമംഗലത്തിനടുത്ത് മരുതൻകുഴിയിൽ പോലീസ് സാന്നിധ്യത്തിലാണ് ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുന്നത്. പ്രത്യേക ആവശ്യങ്ങൾക്ക് പോകുന്നു എന്ന് ബോർഡ് വച്ചിട്ടുള്ള വാഹനങ്ങളടക്കം ഇവിടെ തടയുന്നുണ്ട്. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റമുണ്ടായി. സമാധാനപരമായി നടന്ന മാർച്ചിനിടെ ഒരു വിഭാഗം പ്രവർത്തകർ ഫ്ലക്സുകളും കൊടിമരങ്ങളും തല്ലി തകർത്തു. ഇത് റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. മാതൃഭൂമി ഓൺലൈന്റെ തിരുവനന്തപുരം ലേഖകൻ എസ്ആർ ജിതിന് സംഭവത്തിൽ പരിക്കേറ്റു. മാധ്യമപ്രവർത്തകരുടെ ക്യാമറയും അക്രമികൾ തകർത്തു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്ത് ശക്തമായ പോലീസ് സന്നാഹമാണ് ഉള്ളത്. അടൂരിൽ ഓഫീസ് അടപ്പിക്കാനെത്തിയ ബി.ജെ.പി പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷവും ഉണ്ടായി. പൂജപ്പുരയിലെ SPD ആസ്ഥാനത്തെത്തിയ ബി.ജെ.പി പ്രവർത്തകർ ഓഫീസ് അടപ്പിച്ചു. പ്രവർത്തകരുമായി സംസാരിച്ച ശേഷം ജീവനക്കാരോട് തിരികെ പോകാൻ അധികൃതർ ആവശ്യപ്പെടുകയായിരുന്നു.